ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഇറാനും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ ബന്ധം ശക്തമാക്കിയതായി റിപ്പോർട്ട്. റഷ്യയുടെ നിരവധി മിസൈൽ സാങ്കേതിക വിദഗ്ധർ പലതവണ ഇറാൻ സന്ദർശിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വിമാനയാത്രാരേഖകൾ പരിശോധിച്ച് ഇറാൻ US രഹസ്യവൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഇത് സംബന്ധിച്ച് വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ഏപ്രിൽ ഇറാൻ മിസൈലാക്രമണം നടത്തുകയും ഒക്ടോബറിൽ ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ സന്ദർശനം. റഷ്യയുടെ 7 മിസൈൽ വിദഗ്ധർ മോസ്കോയിൽ നിന്ന് തെഹ്റാനിലേക്ക് ഏപ്രിൽ 24-നും സെപ്റ്റംബർ 17-നും യാത്ര ചെയ്തിരുന്നുവെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായ ഇവരിൽ 2 പേർ വ്യോമ പ്രതിരോധ മിസൈൽ വിദഗ്ധരും 3 പേർ പീരങ്കി റോക്കറ്റ് സാങ്കേതിക വിദ്യാ വിദഗ്ധരുമാണ്. ഒരാൾ അതിനൂതന ആയുധ നിർമ്മാണത്തിൽ പരിചയമുള്ളയാളും മറ്റൊരാൾ മിസൈൽ പരീക്ഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യൻ വിദഗ്ധർ പലതവണ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നുവെന്ന കാര്യം ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ രഹസ്യവൃത്തങ്ങൾ സമ്മതിച്ചതായി റോയിറ്റേഴ്സ് പറഞ്ഞു. ഇവർ സന്ദർശിച്ചവയിൽ 2 ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളാണ്. റഷ്യ ഇറാൻ പ്രതിരോധ സഹകരണം നിരീക്ഷിക്കുന്ന US പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടത് ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെയാണ്. ഇറാൻ റഷ്യയ്ക്ക് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നൽകിയിരുന്നു. ഇപ്പോൾ അവർ പ്രത്യുപകാരം ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും വേണ്ട ആയുധങ്ങളും ഇറാന് സ്വയം പ്രതിരോധത്തിനു വേണ്ട പടക്കോപ്പുകളും നൽകുന്നതിൽ നിന്നേക്കും സഹായം. സുഖോയ് പോർ വിമാനങ്ങളും S-400 മിസൈൽ പ്രതിരോധ സംവിധാനവും രഹസ്യവിവരങ്ങളും പോലുള്ളവ ഇവയൊക്കെ കിട്ടിയാലും ഇറാൻ അത് ഉപയോഗപ്പെടുത്താൻ കുറഞ്ഞത് 6 മാസം എടുക്കും എന്നതും ശ്രദ്ധിക്കണം. റഷ്യ എത്രത്തോളം ഇടപെടും എന്നതാണ് നോക്കേണ്ടത്. സൈനികമായി നേരിട്ട് ഇടപെടില്ല എന്നത് മിക്കവാറും ഉറപ്പാണ്. ഉക്രൈൻ യുദ്ധത്തിൽ പെട്ടുകിടക്കുന്ന റഷ്യയ്ക്ക് തൽക്കാലം കൂടുതൽ വിശാലമായൊരു പോർക്കളം അഭികാമ്യമല്ല. പക്ഷേ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരായ മുന്നണി ശക്തിപ്പെടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തീർച്ചയായും ആഹ്ലാദം പകരും. ഇറാൻ അമേരിക്കയുടെ പക്ഷം ചേരാതെ സൂക്ഷിക്കുകയും വേണം. അമേരിക്കൻ പക്ഷത്തുള്ള ഇറാൻ ആണവശക്തിയുള്ള ഇറാനേക്കാൾ റഷ്യയ്ക്ക് അപകടകരമാണ്. കരിങ്കടൽ മുതൽ പേർഷ്യൻ ഉൾക്കടൽ വരെ അമേരിക്കയ്ക്കെതിരായ ഐക്യമുന്നണി ഉണ്ടാവുന്നത് റഷ്യയ്ക്ക് ശക്തി പകരും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് ഇറാനും റഷ്യയും. രൂപകൽപ്പനയിലും ശേഷിയിലും വലുപ്പത്തിലും മാത്രമല്ല, ആയുധങ്ങളുടെ കരുത്തും ഉൽപാദനവും എല്ലാം ഇറാൻ ദിനംപ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുധശേഷികളും ഇറാൻ സ്വന്തമാക്കിയിട്ടുള്ളതിനാൽ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ല എന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഇതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധപരിശീലനവും വ്യാപകമായി നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള സകല തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യയിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നത് അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ച് ചങ്കിടിപ്പാണ് വർദ്ധിപ്പിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശം പോലും ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേലിനെതിരെ വലിയ കലിപ്പിലാണ് ഇറാൻ ഉള്ളത്. ഇറാൻ റഷ്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപഭാവിയിൽ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് എത്തുമെന്ന് അക്കാലത്ത് തന്നെ റഷ്യ സൂചിപ്പിക്കുകയുണ്ടായി. അതാണിപ്പോൾ ശാശ്വതമാകുന്നത്. അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് എന്തായാലും ഉറക്കമില്ലാത്ത ദിവസങ്ങളാകും. അതിനിടയിലാണ് ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഇറാനും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ ബന്ധം ശക്തമാക്കി ഇറാൻ കൂടുതൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.